പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് മെഡിറ്റേഷൻ തന്നെ ഒറ്റ സംഭവമാണെന്ന്. അല്ല, മെഡിറ്റേഷൻ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. നാളെ എനിക്ക് ലോകം അറിയപ്പെടുന്ന ഒരാളാണ്, അപ്പൊ അത്രയും വലിയൊരു ഓറ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം രാഹുൽ പറഞ്ഞതുപോലെ അവിടെ സന്തോഷത്തിനാണ് വരുന്നത്. മനസ്സിലാക്കുക, സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. ഇന്നർ ഹാപ്പിനെസ് ആണ് വേണ്ടത്. സന്തോഷത്തെ തേടി പോവല്ല വേണ്ടത്. ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റിനെ എപ്പോഴും ഹയർ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. വെള്ളത്തിന് മെമ്മറി ഉണ്ട്. വെള്ളത്തിൽ ആ ശക്തി നമ്മുടെ വേർഡ് എനർജിയെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എറിയുന്ന സമയത്ത് ആ നിമിഷം അവൻ്റെ കാര്യത്തിൽ തീരുമാനം. പക്ഷേ അമ്മ തരുമ്പോൾ അതിന് ലവ് എനർജി ഉണ്ട്. കാരണം ആ ഇമോഷൻ അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുന്നത്, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രയർ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഡിവൈൻ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ശ്വസിക്കുമല്ലോ, അത് തനി ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല. നമ്മൾ ശ്വസിക്കുന്നതാണ്, നമുക്കറിയാത്തതാണ്. നമ്മൾ പറയും 24 hours ആണ് ഒരു ഡേ എന്ന്. ബട്ട് അത് തെറ്റാണ്. അതായത് ഒരു മനുഷ്യൻ നമുക്ക് നമ്മുടെ സ്കിന്നിലൂടെ ശ്വസിക്കാൻ പറ്റും. സ്കിന്നിലൂടെ? യെസ്. നമുക്ക് ഒരുപാട് വരദാനങ്ങൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷെ പലരും പറയും എത്ര വർഷം പ്രാർത്ഥിച്ച് എനിക്കൊന്നുമില്ല. എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തതെന്ന് വെച്ചാൽ ഉള്ളതിനെ പറ്റി അവന് അറിവില്ല. നമുക്കൊരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ ഈവൺ ഒരമ്മയുടെ വയറ്റിൽ 2 ട്വിൻസ് ഒരുമിച്ച് ജനിക്കുന്നു. അവരുടെ രണ്ടാളുടെയും ലൈഫ് ഡിഫറെൻ്റ് അല്ലേ? ആലോചിച്ച് നോക്കൂ. ചിലപ്പം സെക്കൻഡുകളുടെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലും ഒരേ എനർജിയാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ മനുഷ്യരുടെ ആണെങ്കിലും ജീവജാലങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഉള്ളിലും ഒരേ എനർജിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ എനർജിയിൽ വ്യത്യാസം വരുന്നവരെയാണ് നമ്മൾ പെട്ടെന്ന് കാണുന്നതും തിരിച്ചറിയുന്നതും. ഇപ്പോൾ ഓറ എന്ന് പറയും പലപ്പോഴും. ഇപ്പോൾ മോഹൻലാല് അല്ലെങ്കിൽ അറിയപ്പെടുന്ന എല്ലാ ആളുകൾക്കും ശക്തമായിട്ടുള്ള ഓറയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഓറ ശക്തിപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്? അത് റേക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും? ചെയ്യാം. റേക്ക് വെച്ച് മാത്രമല്ല, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഓറ നമുക്ക് എൻലാർജ് ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് തന്നെയുണ്ട്. അതായത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് മെഡിറ്റേഷൻ തന്നെ ഒറ്റ സംഭവമാണെന്ന്. അല്ല, മെഡിറ്റേഷൻ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. നമുക്ക് മണി റിലേറ്റഡ് ആയിട്ട് ചെയ്യാം, നോ തോട്ട് മെഡിറ്റേഷൻസ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഓറ എൻലാർജ് ചെയ്തിട്ട് ചെയ്യാം, നമ്മുടെ DNA പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം, നമ്മുടെ വൂമ്പ് പ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം, നമ്മുടെ ഷാഡോ വർക്കിനെ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടി, ഇങ്ങനെ ഇഷ്ടം പോലെ മെഡിറ്റേഷൻസ് ഉണ്ട്. നാളെ എനിക്ക് ലോകം അറിയപ്പെടുന്ന ഒരാളാണ്, അപ്പൊ അത്രയും വലിയൊരു ഓറ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിനൊരു ടെക്നിക്സ് വേണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അതായത് ചിലരുടെ സ്റ്റാറ്റസ് ഒന്നും ഞാൻ നോക്കാറില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വളരെ ഹാപ്പിയായി, നമ്മൾ നല്ല എന്തോസിയാസ്റ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ഞാൻ പോവുകയാണ്, ഇനി എങ്ങോട്ടാണ് എൻ്റെ യാത്ര, നമ്മൾ തന്നെ ഡൗൺ ആവും. ശരിയല്ലേ? ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഇത് വായിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിലും ഈവൻ സ്റ്റാറ്റസ് ആണെങ്കിലും ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും അതുള്ള ക്യാപ്ഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് എടുക്കുന്നുണ്ട്. ശരിയല്ലേ? മോഹൻലാൽ പറഞ്ഞ ഗാഥാജാമിൻ്റെ ആ ഒരു ക്യാപ്ഷൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കാരണം എന്താണ്? നമുക്ക് കിട്ടുന്നത് ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതായത് വിഷ്വലൈസ്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് ആ വായിക്കുന്ന ക്യാപ്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്, ആ ഇമോഷനെ, ഇല്ലേ? അതേപോലെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പോകുന്ന സാഹചര്യം, ഇതിലെല്ലാം ഒരു എനർജി ഉണ്ട്. നമ്മളിപ്പം ക്ഷേത്രത്തിൽ, ഒരു ദേവാലയത്തിൽ പോകുന്ന, പള്ളിയോ അമ്പലമോ എന്തോ ആയിക്കോട്ടെ, അവിടെയുള്ള എനർജി ആയിരിക്കില്ല ഒരു പബ്ബിലുണ്ടാവാം. ശരിയല്ലേ? അതെ, വ്യത്യസ്തമായിരിക്കാം. അപ്പം നിങ്ങൾ പറയും അവിടെയാണ് കുറച്ചുകൂടി നമുക്ക് ചീറാവാനുള്ള കാര്യം. ആയിരിക്കാം. പക്ഷേ അവിടെ നടക്കുന്ന കാര്യം, അവിടെ പലരും വരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? അവിടെ എല്ലാവരും കൊണ്ടുപോയി ഡംപ് ചെയ്യാണ്. വിഷമങ്ങൾ ഡംപ് ചെയ്യുന്നു, പ്രശ്നങ്ങൾ ഡംപ് ചെയ്യുന്നു. എവിടെ? പബ്ബിൽ, ഉണ്ട്. അവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഊർജ്ജ സ്രോതസ്സുണ്ട് ഇതിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പബ്ബിൽ അതില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റിവിറ്റീസും പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ, മദ്യപിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സത്യങ്ങളൊക്കെ പുറത്തു പറയുന്നുള്ളത്? അത് സത്യമാണ്. പലരും അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വേറെ സംശയം ഇത് പറഞ്ഞപ്പോഴേ, ഇപ്പോൾ എന്താണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ പബ്ബിൽ വരുന്ന ആളുകൾ കൂടുതൽ ഇപ്പോൾ മദ്യപിക്കാനാണെങ്കിൽ വരുന്നത് എൻജോയ്മെന്റ് വേണ്ടായിരിക്കും. അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത്. സങ്കടപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പോസിറ്റീവ് വൈബ് അല്ലേ ഉണ്ടാകുന്നത്? അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം രാഹുൽ പറഞ്ഞതുപോലെ അവിടെ സന്തോഷത്തിനാണ് വരുന്നത്. മനസ്സിലാക്കുക, സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. ഇന്നർ ഹാപ്പിനെസ് ആണ് വേണ്ടത്. സന്തോഷത്തെ തേടി പോവല്ല വേണ്ടത്, സന്തോഷം ഉള്ളിലുണ്ടാക്കണം. ഇന്നർ ഹാപ്പിനെസ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് യോഗ്യമാരായ ആളുകൾ മിണ്ടാതെ അവിടെ കുത്തിരിക്കുന്നത്. അവർക്ക് ആ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പരമാനന്ദം എന്ന് പറയും നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ. അത് നമുക്ക് കിട്ടും. മെഡിറ്റേഷൻ ഇനഫാണ്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ഇടപഴകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയും. ഇപ്പം ഞാൻ രാഹുലായിട്ട് ഇപ്പം നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും എൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും, നിങ്ങളുടെ ഒരു എനർജി എന്നിലേക്ക് വരുന്നുണ്ടാവും. പക്ഷേ എനിക്കത് ലോക്ക് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് അത് ഇങ്ങോട്ടേക്ക് എടുക്കില്ല. ഞാൻ ലോക്ക് ചെയ്യാൻ അറിയാത്തതാണ് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ഇപ്പം നമ്മൾ കല്യാണത്തിന് പോകുന്നു, കല്യാണത്തിന് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുറിച്ച് വീട്ടിലെത്തി നമുക്കൊന്ന് കിടക്കണമെന്ന് തോന്നും, ഇല്ലേ? ഒരു ഭയങ്കര ക്ഷീണം, ഉറങ്ങി എഴുന്നേക്കണമെന്നോ. അവിടെ നമ്മൾ സന്തോഷിക്കാനാണ് പോയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആ ക്ഷീണം തോന്നുന്നത്? ബിക്കോസ് അവിടെ പലരുടെ എനർജിയാണ്. അതായത് എല്ലാ വ്യക്തികളുടെ എനർജി ഡിഫറെൻറ്റ്. ഇപ്പോൾ എൻ്റെ എനർജി ആയിരിക്കില്ല രാഹുലിനുണ്ടാവാം. ഈവൻ എൻ്റെ മക്കളുടെ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റെ ഹസ്ബൻഡിൻ്റെ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റെ മാതാപിതാക്കളുടെ ഡിഫറെൻ്റ് ആയിരിക്കും, എൻ്റെ സിബ്ലിങ്സിൻ്റെത് പോലും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഓരോരുത്തരുടെയും എനർജി ഡിഫറെൻ്റ്. അപ്പം നമ്മൾ ആരൊക്കെയായിട്ട് ഇടപഴകുന്നു ഇതൊക്കെ നമ്മുടെ ഓറയിലേക്ക് വരും. ഇതിന് നമുക്ക് ലോക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്കത് അടുക്കില്ല. അതേപോലെ നമ്മളിൽ നിന്നും അവരിലേക്ക് പോകത്തില്ല. നമ്മളിപ്പം മെഡിറ്റേഷനും റേക്കി സാധനമൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഒരു എനർജി കണ്ടവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ടുന്നവർക്ക് മാത്രം കൊടുക്കുക. അപ്പം നമുക്ക് ഓറ എൻലാർജ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഈവൻ നമുക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കല്ലുപ്പെട്ട വെള്ളത്തിൽ നമ്മൾ കുളിക്കുക. കല്ലുപ്പെട്ട വെള്ളത്തിൽ കുളിച്ചാൽ തന്നെ നമ്മുടെ ഓറ നന്നായിട്ട് ക്ലെൻസ് ആവും. ഇനി അത്രയും മടിയുള്ള ആളാണ്, കുളിക്കാനൊന്നും വയ്യാന്നാണെങ്കിൽ നമ്മൾ കടൽ തീരത്ത് പോയി ഒന്ന് ഇരുന്നാൽ മതി. ബീച്ചിൽ പോയിരിക്കുമ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ തിരമാലകൾ വന്നിങ്ങനെ അടിക്കുന്ന സമയത്തെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്നൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പാറക്കെട്ടുകൾക്കൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ ഉപ്പുണ്ട്, അറിയാലോ, കടൽ വെള്ളത്തിൽ. ഇത് നമ്മുടെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യപ്പെടും. അതുപോലെ നാച്ചുറലായിട്ട് ഇടപഴകുക. എപ്പോഴും വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇതിനാണ് എല്ലാവർക്കും ടൈം. അങ്ങനെയാണെങ്കിൽ കടലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതലും ഓരോ ഉണ്ടാവേണ്ടത്. കടലിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്നതിലുപരി ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സും കൂടെ ആലോചിക്കണം. അതായത് അവരിടപഴകുന്ന ആൾ, അവർ കടലിൽ ജോലി ചെയ്ത് വീട്ടിൽ വന്ന് നന്നായിട്ട് വെള്ളമടിക്കുന്നുണ്ടെങ്കിൽ പോയില്ലേ? ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട സംഭവമാണ്. ഓറ എന്ന് പറയുന്നത് നമ്മൾ അത്രയും മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട സംഭവമാണ്. പല രീതിയിലും നമുക്ക് പല ടെക്നിക്സിലൂടെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല ഭക്ഷണം നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കും. നമ്മൾ വിശക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന എന്താണോ അതാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ കഴിക്കണം. ഭക്ഷണത്തിലൂടെ നമുക്ക് ഓറ എൻലാർജ് ചെയ്യാൻ പറ്റും. ഓരോ ചക്രാസിനും പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്, അത് കഴിച്ചാൽ നമ്മുടെ എനർജി വർദ്ധിക്കും. ആഹാരം കഴിച്ചാലും നമ്മുടെ എനർജി വ്യത്യാസപ്പെടും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു പിസ്സ കഴിക്കുന്ന എഫക്റ്റ് ആണോ ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ കൊണ്ടുതന്ന ഉണ്ടാവുക? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാൻ കഴിയുന്ന ആഹാരം എന്താണ്? ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വളരെ നല്ലതാണ്. ലീഫി വെജിറ്റബിൾസ് നല്ലതാണ്. പയറുവർഗ്ഗങ്ങൾ നല്ലതാണ്. ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ളത് കഴിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. പറ്റുന്നത്ര ജങ്ക് ഫുഡ് ഒഴിവാക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ്, എണ്ണയിൽ വറുത്ത് പൊരിച്ചത്, ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതൊന്ന് ഒഴിവാക്കണം. അത് നമ്മുടെ ശരീരത്തിന് വേണ്ട. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ എപ്പോഴും ഹയർ ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. കാരണം നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ജലതത്വമാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്നത്. 75% വാട്ടറാണ് നമ്മുടെ ബോഡിയിൽ. ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിന് മെമ്മറി ഉണ്ട്. വെള്ളത്തിന് എന്തിനേയും അബ്സോർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. വെള്ളത്തിന് മെമ്മറി ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് തീർത്ഥജലം കിട്ടുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സാധനം അഡീഷണൽ ചേർത്തിട്ടുണ്ടോ? ഇല്ല. എന്താ ചേർക്കുന്നതെന്നറിയോ? മന്ത്രങ്ങളാണ്. അതായത് ഒരു പൂജാരി ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നും ജപിക്കുന്ന സമയത്ത് മന്ത്രങ്ങളുടെ ഓരോ വാക്കിലും മീനിങ് ഉണ്ട്, അറിയാമായിരിക്കുമല്ലോ. ആ ശബ്ദ തരംഗങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ആ ശബ്ദ തരംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഊർജത്തെ അവരൊരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കുകയാണ്. ആ ഊർജത്തെ ആ വെള്ളം റിസീവ് ചെയ്യും.
അങ്ങനെയാണത് തീർത്ത ജലമായിട്ട് മാറുന്നത്. ദെൻ ആ എനർജിയോട് കൂടി അത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ആരിലേക്കൊക്കെ ആ വെള്ളം എത്തുന്നുവോ അവരിലെല്ലാം പോസിറ്റീവ് എനർജി വരും. അതിനാണ് നമ്മൾ തീർത്ഥജലം പള്ളിയിൽ നിന്നായാലും അമ്പലത്തിൽ നിന്നായാലും വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തളിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കുണ്ട്. ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താ, വീട്ടിൽ പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ നമ്മുടെ ഓറിയും ക്ലെൻസാവാണ് ചെയ്യുന്നത്. കാരണം എന്താ, ആ മന്ത്രത്തിലുള്ള ഊർജത്തെയാണ് ആ വെള്ളം സ്വീകരിക്കുന്നത്. പണ്ട് ബാലരമ വായിച്ചിട്ടുണ്ടോ? ഞാനതിൻ്റെ അഡിക്ഷൻ ആയിരുന്നു. ആ ബാലരമ ബാലഭൂമിയിലൊക്കെ നമുക്ക് പണ്ടത്തെ കഥകൾ, ചിത്രകഥകളൊക്കെ ഉണ്ടാവും. അതിൽ ഒരു എന്താ പറയണ്ടേ, ദുർവാസാവിനെ പറ്റിയിട്ടും നല്ല ദേഷ്യമുള്ള ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കമണ്ടലു എന്ന് പറഞ്ഞ സാധനം അറിയോ? അതായത് ഈ സന്യാസിമാരുടെ കൈ കിടക്കും. ഈ കമണ്ടലുവിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഈ വെള്ളം എടുത്തിട്ടാണ് ഇവരൊരു പ്രശ്നം വെച്ചാൽ നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് എറിയും. നമ്മൾ വായിച്ചിട്ടില്ലേ? ഉണ്ട്. എന്തിനാണ് ആ വെള്ളം എടുത്തിട്ട് എറിയുന്നത്? വേറെ എന്തെങ്കിലും എടുത്തെറിഞ്ഞൂടെ? എന്തിനാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ആ ശക്തി നമ്മുടെ വേർഡ് എനർജിയെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എറിയുന്ന സമയത്ത് ആ നിമിഷം അവൻ്റെ കാര്യത്തിൽ തീരുമാനം. ഇതാണ് സംഭവം. അതായത് ആ വെള്ളത്തിന് അബ്സോർബിങ് പവർ കൂടുതലാണ്. നമ്മുടെ ഇമോഷൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും വെള്ളത്തിന്. നമ്മളിപ്പോൾ ഒരമ്മ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരും. നമ്മൾ ആ സമയത്ത് നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. നമ്മളെവിടെയും പുറത്തൊക്കെ പോയി ഹോസ്റ്റലൊക്കെ നിന്ന് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ വരുമ്പോഴേക്കും അമ്മയുടെ ഫുഡ് നമുക്ക് മിസ് ചെയ്യാം. പിന്നെ നമ്മൾ തിരിച്ചെത്തി വേറെ ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും കിട്ടാത്തൊരു സുഖം നമ്മുടെ അമ്മ തരുന്ന ഭക്ഷണത്തിന് നമുക്ക് ഫീൽ ചെയ്യും. ശരിയല്ലേ? എന്തുകൊണ്ടാണെന്നറിയാം, അതിൽ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേരുന്നുണ്ട്, സ്നേഹം. ലവ് എന്ന ഇമോഷനാണ്. എൻ്റെ മോന് ഞാൻ ഏറ്റവും നല്ലതുണ്ടാക്കി കൊടുക്കണം, അവന് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് ഒരു അമ്മ ഉണ്ടാക്കുന്നത്, അല്ലേ? ഒരു ഹോട്ടലിലെ ചേട്ടൻ അങ്ങനെ ഉണ്ടാക്കുമോ? ഇല്ല. അവർക്കത് ബിസിനസ്സാണ്. ഇത് നന്നാവണം, ഇത് വിറ്റ് കിട്ടണം, അത്രയേ ഉള്ളൂ. പക്ഷേ അമ്മ തരുമ്പോൾ അതിന് ലവ് എനർജി ഉണ്ട്. കാരണം ആ ഇമോഷൻ അറിയാതെ സ്പ്രെഡ് ആവും. വെള്ളം ചേർത്തിട്ടാണ് 99% ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ വാട്ടർ കണ്ടൻറ്റ്, ആ സ്നേഹത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഇഷ്ടം ആ ഭക്ഷണത്തോട് തോന്നുന്നത്. അതേ സ്ഥാനത്ത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ, ഈ കുക്കിംഗ് എന്നൊരു ബുദ്ധിമുട്ടാണ് എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കും, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഏത് ഇൻഗ്രീഡിയൻസ്, എല്ലാ ഇൻഗ്രീഡിയൻസ് അതിലുണ്ടെങ്കിൽ പോലും നമുക്കതിൻ്റെ രുചി തോന്നില്ല. ബിക്കോസ് അവിടെ ഒരു ഇറിറ്റേറ്റിംഗ് ഫാക്ടറാണ് കയറുന്നത്. ഇങ്ങനെ വെള്ളത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മുടെ തോട്ട്സ് എന്താണ്, ഇതൊക്കെ അതിന് അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് വെള്ളത്തിന്. സോ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തെ നമ്മൾ ഓൾറെഡി 75% ഉണ്ട്, അതിന് നമ്മൾ ഒന്നുകൂടി ഉയർത്തുക. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. അതിനാണ് നമ്മൾ മിനിമം ഒരു 3 ലിറ്റർ വെള്ളം ഡെയിലി നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്, കുടിക്കണം എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ എന്താവും, നമ്മുടെ ഇമോഷൻ പോസിറ്റീവാണ്, ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്താവും, കംപ്ലീറ്റ് പോസിറ്റീവ് കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് നമ്മളെപ്പോഴും നമുക്ക് ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, സംസാരങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞോളുക. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. ഇതിൽ നിന്ന് ഒഴിയുമ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ഓറയിൽ മാറ്റം വരും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ലൈഫ്. നമ്മളെല്ലാവരും പ്രഷ്യസ് ആണ്, പക്ഷെ പലർക്കും അതറിയില്ല. പലരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചേർക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ അച്ഛന് വേണ്ടി, എൻ്റെ സിബ്ലിങ്സിന് വേണ്ടി, ഇങ്ങനെയാണ് പറയുന്നത്. ബട്ട് നമുക്ക് വേണ്ടി ജീവിക്കണം, നമുക്കുള്ളിലുള്ള സന്തോഷം. അപ്പോഴാണ് നമുക്ക് ആ ഇന്നർ ഹാപ്പിനെസ് ഒക്കെ എന്താണെന്ന് അറിയുള്ളൂ, അല്ലേ? രാഹുലിനും ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം രാഹുൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആർക്കൊക്കെയോ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചെയ്തു നോക്കൂ. അപ്പം ആ ഇന്നർ ഹാപ്പിനെസ് നമുക്ക് കിട്ടും. പുറത്തുള്ള ലഹരികൾ തേടി നമ്മൾ പോവില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ഓറ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾ പറയുമ്പോൾ ധ്യാനം, മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓറ വർദ്ധിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, അത് ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സായിട്ട് കണക്റ്റ് ആവുന്ന ഒരു സംഭവമാണ്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രാർത്ഥനയും മെഡിറ്റേഷൻ, അതായത് പ്രെയറും മെഡിറ്റേഷനും സെയിം ആണ്, അത് രണ്ടും രണ്ടാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, ഡിവൈൻ്റെ അടുത്ത് അങ്ങോട്ട്. എന്നെ പരീക്ഷയിൽ ജയിപ്പിക്കണം, ഞാൻ സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന ഹാൻസം ആയിട്ടുള്ള ആളെ എനിക്ക് വിവാഹം കഴിച്ച് കിട്ടണം, പിന്നെ സ്വത്ത് കിട്ടണം, വീട് വയ്ക്കണം, വാഹനമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുന്നത്, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രെയർ. ബട്ട്
മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഡിവൈൻ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ്, നമ്മുടെ സോൾ ഇത് മൂന്നും അലൈൻമെൻറ്റിൽ വരണം. ഇത് മൂന്നും അലൈൻമെൻറ്റിൽ വരാൻ നമ്മളെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസമാണ്. നമ്മുടെ ശ്വാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു ചിന്തകളുമില്ലാതെ, അതാണ് നോ തോട്ട് മെഡിറ്റേഷൻ, ചിന്തകളില്ലാത്ത ധ്യാനം. ചിന്തകളില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മുടെ കൺവേലികൾ അടഞ്ഞു പോകുന്ന അത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ തോട്ട്സ് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോ തോട്ട്സിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്തിലേക്കെങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മുടെ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തി എല്ലാത്തിലേക്കും എത്തണം. നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് എത്തുന്നത് ബ്ലഡിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ എല്ലാ ഭാഗത്തും ഇത് എത്തുന്നില്ല. അതാണ് പലപ്പോഴും നമ്മുടെ കോസ്മിക് എനർജി എല്ലാ ഭാഗത്തെത്താത്തതിൻ്റെയും പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കാരണം. അതിനെന്ത് വേണം? കൃത്യമായിട്ട് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, അതായത് ശ്വാസോച്ഛ്വാസം പോലും തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് തെറ്റാണോ എന്ന് ഇപ്പോൾ കമൻറ്റ് വരും. തെറ്റാണ്. ഏറ്റവും സ്ലോ ആയിട്ട് ബ്രീത്തിങ് ചെയ്യുക, അതിനേക്കാളും സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യണം. അത് നമ്മൾ ശ്വസിക്കുമല്ലോ, അത് തനി ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല. നമ്മൾ ശ്വസിക്കുന്നതാണ്, നമുക്കറിയാത്തതാണ്. അതായത് അത് നമ്മൾ പതിയെ പതിയെ നമുക്കത് ഒരു പാറ്റേണാക്കി കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോലി നമ്മുടെ ബ്രെയിന് ഇൻഫർമേഷൻ കൊടുക്കുക. ഓരോ മണിക്കൂർ കൂടുന്ന സമയത്ത് ഒരു 3 times സ്ലോ ആയിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 21 days നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്കറിയാം ശ്വസിക്കേണ്ടത് ഏറ്റവും സ്ലോ ആയിട്ടാണ്. അത് പതിയെ 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 നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിലേക്ക് നമ്മൾ വരികയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും 24 hours ആണ് ഒരു ഡേ എന്ന്, ബട്ട് അത് തെറ്റാണ്. അതായത് ഒരു മനുഷ്യൻ 26,000 times എപ്പോഴാണ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതാണ് അവൻ്റെ ഒരു ദിവസം. നമ്മളൊരു ദിവസം എനിക്ക് തോന്നുന്നു മോർ ദാൻ 26,000 ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ടാവും. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ശരിക്കും അതാണ് കറക്റ്റ് കണക്ക്. 26,000 തവണ ശ്വസിക്കുമ്പോഴാണ് ഒരു ഡേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും സ്ലോ ആയിട്ട് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ആയുസ് വർദ്ധിക്കുകയും കൂടി ചെയ്യും. എങ്ങനെയാണ് 26,000 ഒരു കണക്ക് വരുന്നത്? ഞാൻ കേട്ടതാണ് അതിനെപ്പറ്റി. 26,000 times നമ്മൾ ശരിക്ക് ശ്വസിച്ച് വിടുമ്പോഴാണ് ഒരു ദിനം പൂർത്തിയാകുക. അത് ഞാനത് വായിച്ചതാണ്. അതായത് യോഗികളെ പറ്റിയിട്ട് ഞാൻ ഈ മെഡിറ്റേഷനെ പറ്റി ഇതിനെപ്പറ്റി ഞാൻ ഇഷ്ടംപോലെ വായിക്കും. ആ സമയത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യമാണ്, നമ്മൾ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ട് ചിതൽപുറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന് തപസ് ചെയ്യുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയില്ലേ, ഇതിൻ്റെ ഉള്ളിൽ പെട്ട ഈ മനുഷ്യനെ എങ്ങനെയായിരിക്കും ശ്വസിച്ചിട്ടുണ്ടാവാം? ആലോചിച്ച് നോക്കൂ, അവരെങ്ങനെയായിരിക്കും ശ്വസിച്ചിട്ടുണ്ടാവാം? നമുക്ക് നമ്മുടെ സ്കിന്നിലൂടെ ശ്വസിക്കാൻ പറ്റും. സ്കിന്നിലൂടെ? യെസ്, ഞാൻ വായിച്ചതാണത്, നമ്മുടെ സ്കിന്നിലൂടെ. അപ്പം ആ യോഗികൾ ശ്വസിക്കുന്നത് മൂക്കിലൂടെയല്ല, നമ്മുടെ സ്കിന്നിലൂടെയാണ് അവർ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അതാണ് കറക്റ്റ് 26,000 times വരുന്നത്. അത് അത്രയും സ്ലോ ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ദിനം പൂർത്തിയാവുന്നു എന്നാണ് ആ കണക്ക് വരുന്നത്. അപ്പോൾ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് പൂജാരിയോടാണെങ്കിലും പള്ളിയിലച്ചനോടാണെങ്കിലും പള്ളിയിൽ ചെന്നിട്ടാണെങ്കിലും എവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിക്കൂ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം ഓൾറെഡി രാഹുലിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നു. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾ തന്നെ 3 തരം ഉണ്ടെന്ന് പറയാം. ഒന്ന് മെജോറിറ്റി അതായിരിക്കും, എൻ്റെ മോൻ SLCക്ക് പാസ്സായില്ല, അവളുടെ മോൻ തോക്കണേ. അതായത് അവരവരുടെ ആവശ്യത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള പ്രാർത്ഥനകൾ. മറ്റവൻ ഇച്ചിരി നശിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടന്നു കിട്ടണം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. 2, കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പറയാം. പ്രശ്നങ്ങളിങ്ങനെ അവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ്. അതായത് എനിക്കിങ്ങനെയില്ല ഭഗവാനെ, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല, എൻ്റെ മോന് ജോലി കിട്ടുന്നില്ല, ഇതാണ് അവിടെ പോയിട്ട് പറയുന്നത്. ഇല്ല ഇല്ല ഇല്ല. ഇതിന് 3ാമതൊന്നുണ്ട്, അതാണ് യഥാർത്ഥ പ്രാർത്ഥന. അതായത് കിട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ താങ്ക് യു പറയണം. നമുക്കൊരുപാട് വരദാനങ്ങൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷെ പലരും പറയും എത്ര വർഷം പ്രാർത്ഥിച്ച് എനിക്കൊന്നുമില്ല, അറിയില്ല നമുക്ക് അതിനെപ്പറ്റി. നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡാണ് രാഹുൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്ന സമയത്ത്, ഞാൻ ഈ ഇത്തരം വീഡിയോസാണ് കാണുന്നത്, ഈ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്ത ആളുകളില്ലേ, വെള്ളം കിട്ടാത്ത ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിലൊരു സ്ഥലത്ത് ചളിവെള്ളമാണ് അവർ കുടിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചളിവെള്ളമാണ് കുട്ടികൾ കുടിക്കുന്നത്.
അതും കയ്യിൽ ഇങ്ങനെ കോരി നമ്മൾ കുടിക്കുമോ? ഇല്ല. ഇല്ല, ബിക്കോസ് അവർക്കതേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ബ്ലെസ്ഡാണ് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് മൊബൈലിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫുഡ് നമ്മുടെ വീട്ടിലെത്തുന്നു. സൗകര്യം കൂടിപ്പോയത് പ്രശ്നം. അതായത് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. വീടുണ്ട്, അവരവർക്ക് സ്വന്തമായിട്ട് മുറികളുണ്ട്, വസ്ത്രമുണ്ട്, ആഹാരമുണ്ട്, എല്ലാ സൗകര്യവും ഈശ്വരൻ തരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ പറയും എനിക്കെന്താ തന്നിട്ടുള്ളേ, അറിയുന്നില്ല. നല്ല ശരീരം തന്നിട്ടില്ലേ, ഇല്ലേ? നമുക്ക് സംസാരിക്കാൻ കഴിവ് തന്നിട്ടില്ലേ? കേൾക്കുന്നില്ലേ? നടക്കാൻ പറ്റുന്നില്ലേ? ഓടാൻ പറ്റുന്നില്ലേ? ചാടാൻ പറ്റുന്നില്ലേ? പറയാൻ പറ്റുന്നില്ലേ? അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇതെല്ലാം ബ്ലെസ്സിങ്സാണ്. നമുക്ക് ശരിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയുന്നതെന്ന് എണ്ണിയാൽ തീരില്ല ഈശ്വരൻ നമുക്ക് തന്ന വരദാനങ്ങളെ. പക്ഷേ ഇതൊന്നും നമ്മൾ കാണില്ല. കിട്ടാത്തതിനെ പറ്റിയിട്ട് എപ്പോഴും പറയുള്ളൂ. കാരണം മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യനെപ്പോഴും ആഗ്രഹങ്ങളാണ്. ഒന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് 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 അടുത്തത്. പക്ഷേ കിട്ടിയതിന് ഇന്ന് നിങ്ങൾ താങ്ക് യു പറഞ്ഞ് തുടങ്ങുന്നു, ആ മൊമെൻ്റ് തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറും. നമ്മൾ എത്ര ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്? ഗുരുവായൂർ പോയിട്ടില്ലേ? മൂകാംബിക പോയിട്ടുണ്ടോ? ഓക്കെ. വേളാങ്കണ്ണി പോയിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെയൊക്കെ വല്ലപ്പോഴല്ലേ പോയിട്ടുള്ളത് രാഹുൽ? ഡെയിലി പോകാറില്ലല്ലോ. ഇല്ല. നമ്മളൊക്കെ ഇപ്പം ഞാനാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ബസ്സോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് അവിടെ പോകും. ഇവിടെ ഡെയിലി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താ നന്നാവാത്തെ? അങ്ങനെയെങ്കിൽ അവരത് രക്ഷപ്പെടണ്ടേ? ഈശ്വരൻ നമ്മൾ പറയണ കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവരെ രക്ഷപ്പെടണം. അവർ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുക, വല്ലതും തായേന്ന് പറഞ്ഞിട്ട്. അവർ രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തതെന്ന് വെച്ചാൽ ഉള്ളതിനെ പറ്റി അവന് അറിവില്ല. നമുക്കൊരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ ആ ബ്ലെസ്സിങ്സിന് നമ്മൾ എന്ന് താങ്ക് യു പറയുന്നോ അന്ന് തൊട്ടിട്ട് നമ്മുടെ ലൈഫ് മാറും. കാരണം നമ്മുടെ യൂണിവേഴ്സിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. 12 നിയമങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലെല്ലാവരും കേട്ടിട്ടുണ്ടാകും ലോ ഓഫ് അട്രാക്ഷനാണ് എല്ലാവർക്കും അറിയുന്നത്, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് നന്ദി പറയുന്ന നിയമം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്തിനൊക്കെ നന്ദി പറയുന്നു അതിനനുസരിച്ച് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളും കൂടി എന്നിലേക്ക് വന്നു ചേരും. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ജോലി ലഭിച്ചതിന് താങ്ക് യു, എൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചു തന്നതിന് താങ്ക് യു, എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് താങ്ക് യു, ലഭിച്ചതിന്, എല്ലാം ലഭിച്ചതിന്. കാരണം നമ്മുടെ നാവിലൊരു എനർജി സെൻറ്ററുണ്ട്. നമ്മൾ ഈ പറയുന്ന വാക്കുകൾ നമ്മൾ പറയില്ലേ ചില സമയത്ത് അവൻ പറഞ്ഞാൽ അത് അതുപോലെ ഫലിക്കുന്നൊക്കെ പറയും. അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ നാവിലും എനർജി സെൻറ്ററുണ്ട്. അതൊരു മൈനർ ചക്രയാണ്, നമ്മുടെ നാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഇതിലുള്ള എനർജി അനുസരിച്ച് നമ്മുടെ അഫർമേഷൻസ്, അതായത് നമ്മൾ പറയുന്ന വേർഡ് എനർജി കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ ഇരുന്ന് ഭിക്ഷക്കാരൻ എന്താ പറയുന്നത്? എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല, ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അവൻ രക്ഷപ്പെടുമോ? ഇല്ല. ഇല്ല. മറിച്ച് ഉള്ളതിന് താങ്ക് യു പറയാനും എനിക്ക് ലഭിച്ച എല്ലാത്തിനും താങ്ക് യു, എനിക്ക് ലഭിച്ച എല്ലാത്തിനും താങ്ക് യു, വസ്ത്രം ലഭിച്ചതിന് നന്ദി, ഭക്ഷണം ലഭിച്ചതിന് നന്ദി. ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ താങ്ക് യു പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടാനുണ്ട്. അങ്ങനെ ശീലിച്ച് നോക്കൂ. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. അല്ലാണ്ട് അവിടെ പോയിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടോ മറ്റുള്ളവരെയും നമ്മൾ കമ്പയർ ചെയ്യൊന്നും അല്ല വേണ്ടത്. ഈശ്വരൻ എല്ലാവരെയും സൃഷ്ടിച്ചത് യുണീക്കായിട്ടാണ്. ആരും ആരെയും പോലെയല്ല. ഈവൺ ഒരമ്മയുടെ വയറ്റിൽ 2 ട്വിൻസ് ഒരുമിച്ച് ജനിക്കുന്നു. അവരുടെ രണ്ടാമത്തെ ലൈഫ് ഡിഫറെൻ്റ് അല്ലേ? ആലോചിച്ച് നോക്കൂ. ചിലപ്പം സെക്കൻഡുകളുടെ വ്യത്യാസമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും യുണീക്കാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ താങ്ക് യു പറയാം. അതാണ് യഥാർത്ഥ പ്രാർത്ഥന.